എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്ന റെസിപ്പി എന്ന് പറഞ്ഞാൽ പനീർ കടായി മസാലയാണ് കേട്ടോ. വളരെ എളുപ്പത്തിൽ ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റാവുന്ന ഒരു റെസിപ്പിയാണ്. മാത്രമല്ല ചപ്പാത്തിയുടെ കൂടെയും റൊട്ടിയുടെ കൂടെയും നമ്മുടെ ചോറിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റിയ വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. ഒരു ഡിഫറൻറ്റ് ടേസ്റ്റിൽ കഴിക്കാൻ പറ്റുന്നത് നല്ല പക്ക നോർത്ത് ഇന്ത്യൻ ഡിഷാണിത്. അപ്പോൾ ഇത് എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എല്ലാവരും റെസിപ്പി കണ്ടു നോക്കൂ കേട്ടോ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഈ പനീറിൻ്റെ റെസിപ്പി അതായത് കടായി പനീറാണ് കേട്ടോ. അപ്പോൾ ഇതിൽ ഞാൻ ചേർക്കുന്നത് ക്യാപ്സിക്കും സവാളയും തക്കാളിയും അതുപോലെ തന്നെ പനീറുമാണ്. പക്ഷേ ചില ആൾക്കാർ ഇതിൽ സവാള ചേർക്കില്ല. ഇത് ഞാൻ ചേർക്കുന്നതാണ്. ഇങ്ങനെ ചേർത്ത് ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്, അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. പക്ഷേ സവാള ചേർക്കുമ്പോൾ അതങ്ങനെ കണ്ടോ ഓരോ അല്ലിയായിട്ട് മാറ്റി ഇടണം കേട്ടോ. അതങ്ങനെ എന്നിട്ട് വേണം ചേർക്കാൻ. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് വേണ്ടത്. ഇനി ഇതിന് ചേർക്കേണ്ട മസാലകളൊക്കെ ഞാൻ ചേർക്കുന്ന സമയത്ത് കാണിച്ചു തരാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് പനീറിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇതാ ഇങ്ങനെ ഒന്ന്, ഇല്ലെങ്കിൽ എന്താ വെച്ചാൽ ഇത് മസാലയിൽ കൂടെ ഇട്ട് ഇളക്കുമ്പോൾ പൊട്ടിപ്പോവും. അതുകൊണ്ടാണ് ഒന്ന് ചെറുതായിട്ട് കുറച്ച് ബട്ടർ ഒഴിച്ച് ചൂടാക്കി അതിലിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്ത്, കുറേ ഒന്നും ഫ്രൈ ചെയ്യണ്ട, സോഫ്റ്റായിട്ട് തന്നെ ഇരിക്കണം. ഒന്ന് ജസ്റ്റ് ഒന്ന് ഇത് അങ്ങനെ ഗോൾഡൻ ബ്രൗൺ ആവണ വരെ ഒന്ന് ഇതാക്കി എടുത്താൽ മതി കേട്ടോ. പിന്നെ ഒരു 2 തക്കാളി വേണം. അതൊക്കെ അരിഞ്ഞിടുമ്പോൾ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം. ആദ്യം തന്നെ നമുക്ക് ഗ്യാസ് ഓൺ ചെയ്ത് ഒരു കടായി അടുപ്പത്ത് വെച്ച് കൊടുക്കുക. കടായി ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഓയിലല്ല കേട്ടോ, കുറച്ച് നെയ്യാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പം നെയ്യ് ഒരു 2 ടീസ്പൂണ് ചേർത്ത് കൊടുക്കുക കേട്ടോ. ആ നെയ്യ് ചൂടായി വരുമ്പോൾ ആദ്യം തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മുടെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, അല്ലെങ്കിൽ നന്നായി ചതച്ചതായാലും മതി കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ നന്നായി ചതച്ചതാണ് ചേർക്കുന്നത്. അപ്പോൾ അത് ചേർത്ത് കൊടുക്കുക. ഇത് ചേർത്തത് നന്നായി ഇളക്കി ചേർക്കണം കേട്ടോ. ഗ്യാസിൻ്റെ ഫ്ലെയിം സ്ലോ ആക്കി വെക്കണം, കാരണം എന്താ അടിയിൽ പിടിക്കാൻ സാധ്യതയുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് കഴിഞ്ഞാൽ അറിയാലോ, അതിങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ചീഞ്ചട്ടിയിലൊക്കെ അടിയിൽ പിടിക്കും. അതിനുശേഷം അതൊന്ന് മൂത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് 2 പച്ചമുളക് കുനുകുനാ അരിഞ്ഞത് അത് കൂടെ ചേർത്ത് കൊടുക്കാം. അതും കൂടി അത് കൂടെ ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇങ്ങനെ മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് ഇനി വെറും ക്യാപ്സിക്കം മാത്രമാണ് ഇട്ട് കൊടുക്കണം എന്നുള്ളവർ അതിട്ട് കൊടുക്കാം, അല്ല സവാള ഇട്ട് കൊടുക്കണവർക്ക് അതിട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ എന്തായാലും ഒരു സവാള ഇതങ്ങനെ അല്ലിയായിട്ട് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ അല്ലിയായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് നന്നായി മൂത്ത് വരട്ടെ. സവാള, പച്ചമുളക്, ഇഞ്ചി ഇതൊക്കെ കൂടി നെയ്യിൽ കിടന്ന് മൂക്കുമ്പോൾ നല്ല മണമാണ് കേട്ടോ. ഇതിങ്ങനെ നന്നായി മൂത്ത് വരട്ടെ. പക്ഷേ സവാള ഇത്രയൊക്കെ ആയാൽ മതി. നമുക്കിനി ഇതിൽ ക്യാപ്സിക്കം കൂടി ഇട്ട് വഴറ്റേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ക്യാപ്സിക്കം കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ക്യാപ്സിക്കത്തിൻ്റെ കാര്യം അവനവൻ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. വളരെ കുറച്ച് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ ഒരെണ്ണം മുഴുവനായി ചേർത്ത് കൊടുക്കാം. അതൊക്കെ അവനവൻ്റെ ഇഷ്ടം. ഉള്ളിയുടെ കാര്യം ഓപ്ഷണലാണ്, വേണമെന്ന് നിർബന്ധമില്ല. പക്ഷേ ഉള്ളി കൂടി ചേർത്തിട്ട് അതിങ്ങനെ ഇടയ്ക്ക് കഷ്ണം ഇങ്ങനെ കടിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം. ഒന്ന് വഴണ്ടി വരുമ്പോൾ നമുക്കിതിലേക്ക് മസാലകൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. ചിക്കൻ സവോളയൊക്കെ ആവശ്യത്തിന് വഴണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. ആ സമയത്ത് നമുക്ക് ഇതിലേക്ക് വേണ്ട ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ആദ്യം കുറച്ച് ചേർത്ത് കൊടുക്കുക, എന്നിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഉപ്പും കൂടി ചേർത്ത് നന്നായി ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് ഇനി നമുക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. മസാലകൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് മസാലകളൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല, ഞാൻ കാണിച്ചു തരാം. ഇതിലെന്തായാലും മഞ്ഞപ്പൊടി ഉപയോഗിക്കില്ല, കാരണം ഈ കറിക്ക് മഞ്ഞ കളറ് വരേണ്ട ആവശ്യമില്ല, നല്ല ചുവന്ന കളറാണ് വേണ്ടത്. അപ്പോൾ മഞ്ഞപ്പൊടി ചേർക്കുന്നില്ല കേട്ടോ. ഇത് നമുക്കിതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം തന്നെ 1 സ്പൂണ്, അതായത് ഇത് ഇതാ അങ്ങനത്തെ നല്ല ചുമപ്പ് കളറുള്ള, അതായത് കാശ്മീരി മുളക് പൊടിയാണിത്. അപ്പോൾ ഇത് ചേർത്ത് കൊടുക്കുക. ഇതിൻ്റെ ഒപ്പം തന്നെ നമുക്കിതിലേക്ക് വേണ്ടത് മല്ലിപ്പൊടിയാണ് കേട്ടോ. അപ്പോൾ മല്ലിപ്പൊടിയും ഏകദേശം കുറച്ച് ഒരു 1-1.5 സ്പൂണ് ചേർത്ത് കൊടുക്കുക. അതായത് മല്ലിയുടെ ഒരു ഫ്ലേവർ ഇതിൽ അത്യാവശ്യമാണ്. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുക്കണം. ഇനി നമുക്ക് ചേർക്കേണ്ടത് 1 സ്പൂൺ തന്നെ ഗരം മസാലപ്പൊടി. അത് കൂട്ടണമെങ്കിൽ കൂട്ടാം, കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കാം. ഓരോരുത്തർക്കും ചിലപ്പോൾ ഫ്ലേവർ ഇഷ്ടമാവണ പോലെ ചെയ്യാം കേട്ടോ. ചിലർക്ക് ഗരം മസാലപ്പൊടിയുടെ ഫ്ലേവർ അത്രയ്ക്ക് ഇഷ്ടാവില്ല, എന്നാലും ഒരു ചെറിയ മണം ഇതിന് ആവശ്യമാണ്. അപ്പോൾ അതിനനുസരിച്ച് ചേർക്കുക. അതൊക്കെ അവനവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കുക കേട്ടോ. അങ്ങനെ ചെയ്യാം. ഇനി നമുക്കിതിന് വേണ്ടത് നമ്മുടെ നോർത്ത് ഇന്ത്യൻ ഡിഷസിൻ്റെ ഒരു പ്രത്യേക ഫ്ലേവറായിട്ടുള്ള ഇത് വരാൻ വേണ്ടിയിട്ട് നമുക്ക് ചേർക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ കസൂരി മേത്തിയാണ് കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് പൊടിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അത് ഈ പറഞ്ഞ പോലെ ഫ്ലേവർ ഇഷ്ടമുള്ളവർ അതിനനുസരിച്ച് ചേർക്കുക, ഇഷ്ടമില്ലാത്തവർ കുറച്ചെങ്കിലും ചേർക്കണമെന്ന് നിർബന്ധമാണ്. അപ്പോൾ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഇതിനെ നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ.
ഇത്രയും മസാലകളാണ്. അതായത് നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടില്ല, മല്ലിപ്പൊടി, മുളക് പൊടി, അതുപോലെ തന്നെ ഗരം മസാലപ്പൊടി, പിന്നെ കസൂരി മേത്തി കുറച്ചും. അത്രയാണ് ഇതിൽ മസാലകൾ ചേർത്ത് കൊടുക്കുന്നത്. ഈ മസാലകൾ നന്നായി മൂത്ത് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു 1.5 തക്കാളി, നല്ല വലിയ തക്കാളിയാണെങ്കിൽ ഒരു തക്കാളി, പിന്നെ അതിൻ്റെ ഒരു അരഭാഗം കൂടി തക്കാളി ചേർത്തിട്ട് ചെറുതായി അരിഞ്ഞത്. കാരണം അതിലേക്ക് നന്നായി വെന്ത് വരണം. അതിന് വേണ്ടി ചെറുതായി അരിച്ചിട്ട് അത് ഇതിൽ ചേർത്ത് കൊടുക്കണം കേട്ടോ നമുക്ക്. അപ്പോൾ ഇതൊന്ന് മൂത്ത് വരട്ടെ, മസാലകളൊന്ന് നന്നായി മൂത്ത് വരട്ടെ. ഇതുവരേക്കും വെള്ളം നമ്മൾ ചേർത്തിട്ടില്ല, വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. കാരണം ഈ തക്കാളിയിൽ നിന്ന് വെള്ളം നമുക്ക് ഇതായിട്ട് വരും കേട്ടോ. അപ്പോൾ വെള്ളം ഒന്നും ഒഴിക്കേണ്ട, ഇങ്ങനെ തന്നെ ആക്കിയെടുക്കുക. ഇപ്പോൾ മസാലയൊക്കെ അത്യാവശ്യം നന്നായി മൂത്ത് വന്നിട്ടുണ്ട്, പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളി ഇങ്ങനെ തന്നെ ചേർത്ത് കൊടുക്കാം. ഈ തക്കാളി ഇതിൽ നന്നായിട്ട് വെന്ത് വരണം കേട്ടോ. വെന്തിട്ട് നല്ല സ്മൂത്തായിട്ട് വരണം. അതായത് തക്കാളി ഇങ്ങനെ കാണാനും കൂടി പാടില്ല, അങ്ങനെ ആക്കിയിട്ട് വരണം. ഇപ്പോൾ ടൊമാറ്റോ ഒക്കെ അത്യാവശ്യം നന്നായി ഇതായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ക്യാപ്സിക്കം കണ്ടോ, അങ്ങനെ ഉടയാതെ തന്നെ കിടക്കുന്നുണ്ട്, ഇങ്ങനെ കിടക്കുകയാണ് വേണ്ടത്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് കുറച്ച് പഞ്ചസാര, അതായത് ചെറുതായിട്ടൊരു മധുരത്തിന്, കാരണം തക്കാളിയുടെ പൊടി ഉണ്ടാവുമല്ലോ, അപ്പോൾ അത് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെറുതായിട്ട് കുറച്ച് മധുരം, ഒരു ചെറിയ ഒരു സ്പൂണ് പഞ്ചസാര. ഒരുപാട് ആവണ്ട, ഒരുപാട് ആയിക്കഴിഞ്ഞാൽ ടേസ്റ്റ് മാറും കേട്ടോ. അപ്പോൾ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഇത് നമുക്ക് ഇതിലേക്കാണ് നമ്മുടെ പനീർ ഇട്ടിട്ട് ഇളക്കേണ്ടത്. അപ്പോൾ ചെറുതായിട്ട് ഒരു തുള്ളി വെള്ളം, ഒരു 1/4 ഗ്ലാസ് നല്ല തിളപ്പിച്ച വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നമുക്കൊന്ന് ഇതാക്കിയെടുക്കാം, ഒന്ന് ലൂസാക്കിയെടുക്കാം. അപ്പോൾ എന്തായാലും കുറച്ച് വെള്ളം, ഒരു 1/4 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ഒരുപാട് വെള്ളമൊന്നും വേണ്ട, കാരണം നമുക്കിതിൽ പനീറിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയാണ് ഒന്നത് ലൂസാക്കണം കേട്ടോ. പക്ഷേ പച്ചവെള്ളം ചേർക്കാൻ പാടില്ല, തിളപ്പിച്ച ആറിയ വെള്ളം അല്ലെങ്കിൽ നല്ല ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ കണ്ടോ, കറിയുടെ കളർ കണ്ടില്ലേ, നല്ല കളറില്ലേ. അപ്പോൾ ഇതുപോലെ കളർ വേണം ആവാൻ. മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ടെങ്കിൽ ഈ കളർ കിട്ടില്ല, അത് കാരണമാണ് മഞ്ഞൾപ്പൊടി ഇതൊന്നും അവോയ്ഡ് ചെയ്യുന്നത്. ഇനി ഇത് ഇങ്ങനെ ആയതിന് ശേഷം നമുക്കിതിലേക്ക് വറുത്ത് വെച്ചിട്ടുള്ള നമ്മൾ പനീർ ചേർത്ത് കൊടുക്കാം. പനീർ നമുക്ക് ചേർത്ത് കൊടുക്കാം. പനീർ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ മെല്ലെ വേണം ഇളക്കി ചേർക്കാൻ, അല്ലെങ്കിൽ പനീറൊക്കെ പൊട്ടി പോകും. ഇത് വറുത്ത കാരണം പൊട്ടില്ല, ചിലർ അങ്ങനെ പച്ചയായിട്ടിടും, അങ്ങനെയുള്ളവർ. അപ്പോൾ വളരെ സൂക്ഷിച്ച് ഇളക്കണം. ഇത് ഒന്ന് നമ്മൾ ഫ്രൈ ചെയ്തുകൊണ്ട് അങ്ങനെ പൊട്ടിപ്പോവില്ല കേട്ടോ. അങ്ങനെ പൊട്ടാതിരിക്കാൻ വേണ്ടിയാണ് ഇതൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കണം. ഇപ്പോൾ 2 മിനിറ്റ് ഇതൊന്നിങ്ങനെ കിടന്ന് വേവട്ടെ. പനീറിന് അധികം വേവൊന്നുമില്ല, പോരാത്തതിന് നമ്മൾ ഫ്രൈ ചെയ്തെടുത്തതും കൂടിയാണല്ലോ. 2 മിനിറ്റ് ഒന്ന് മിക്സായി വേവുമ്പോൾ നമ്മുടെ കടായി പനീർ തയ്യാറാവും കേട്ടോ. അപ്പോഴേക്കും നമുക്ക് മല്ലിയില അരിഞ്ഞെടുക്കാം ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ ഭാജി തയ്യാറായിട്ടോ. കണ്ടോ, പനീറൊക്കെ അത്യാവശ്യം, പനീറിന് അധികം വേവൊന്നുമില്ല, 2 മിനിറ്റ് കൊണ്ട് തന്നെ വെന്ത് കിട്ടും. കൂടാതെ ഫ്രൈ ചെയ്തും കൂടിയാണല്ലോ, അപ്പോൾ അത് വേഗം റെഡി ആയി കഴിഞ്ഞു. ഇനി നമുക്കിതിൻ്റെ മുകളിൽ കൂടെ കുറച്ചധികം തന്നെ മല്ലിയില വിതറി കൊടുക്കാം കേട്ടോ. അപ്പോൾ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ കടായി പനീർ തയ്യാറായി. ചപ്പാത്തിയുടെ കൂടെയും റൊട്ടിയുടെ കൂടെയും മാത്രമല്ല ചോറിൻ്റെ കൂടെയൊക്കെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള കടായി പനീർ തയ്യാറായി. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റാവുന്ന കടായി പനീർ മസാലയാണിത്. വളരെ ടേസ്റ്റിയാണ്. മാത്രമല്ല ഒരുപാട് മസാലകളൊന്നും ആവശ്യമില്ല. ഇതിൽ സ്പെഷ്യലായിട്ട് ഒറ്റ മസാല ഉപയോഗിക്കുന്നുള്ളൂ, ആ കസൂരി മേത്തി. അതൊക്കെ ഇപ്പോൾ എല്ലാ സൂപ്പർ മാർക്കറ്റുകളിലും കിട്ടും കേട്ടോ. അപ്പോൾ അതിന് ബുദ്ധിമുട്ടില്ല. ബാക്കി നമ്മുടെ മല്ലിപ്പൊടിയും മുളക് പൊടിയും അതൊക്കെ തന്നെയാണ്. ഇതെല്ലാം മല്ലി മുളകും മുഴുവനായിട്ടുള്ളത് പൊടിച്ചിട്ട് വേണമെങ്കിൽ ഉപയോഗിക്കേണ്ടവർക്ക് ഉപയോഗിക്കാം, ചിലർ അങ്ങനെ ഉപയോഗിക്കും. പക്ഷേ നമുക്കിതിനെ പൊടിയായിട്ട് ഉപയോഗിക്കുന്നത് ഉപയോഗിക്കാം കേട്ടോ. ഇത് നോർത്ത് ഇന്ത്യൻ റെസിപ്പിയാണ്, വളരെ ശരിക്കും അതുപോലെ പക്ക റെസിപ്പിയാണ് കേട്ടോ. അത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. അപ്പോൾ ശരി, അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും വീണ്ടും നന്ദി, നമസ്കാരം.